Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രേസി ബിസിനസ് ഐഡിയ ആണ് പറയാൻ പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ കൊണ്ട് തന്നെ ഞാൻ ഇവനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവൻ്റെ പേര് ഡെക്സ്. ഇവൻ്റെ പേര് ഡെക്സ് എന്നാണ്. പിന്നെ എൻ്റെ പെറ്റാണ്, സൈബീരിയൻ ഹസ്കിയാണ്. അപ്പോൾ പെറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും നമ്മുടെ കേരളത്തിൽ. ഒരു വീട്ടിലെങ്കിലും ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു ഡോഗ് അല്ലെങ്കിൽ ഒരു അലങ്കാര പെറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ആയിട്ടൊരു പെറ്റ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ക്രേസി ആയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയ ആണ്. സോ വെൽക്കം ടു വീഡിയോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൈൻഡ്ലി പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ആവശ്യമാണ്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. സോ ചില സ്റ്റാറ്റ്സുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, ലോക്ക്ഡൗണിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു 2019-20 കാലഘട്ടത്തിൽ പാൻഡമിക്കിന് ശേഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഏരിയയാണ് പെറ്റ് ആൻഡ് പെറ്റ് ആക്സസറീസ് എന്നുള്ളത്. അതായത് ക്യാറ്റ് ഫുഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഡോഗ് അങ്ങനെ ബേർഡ്സ് അങ്ങനെ പല കാറ്റഗറീസ് സെഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റ് ഫുഡ് ആൻഡ് ഫുഡ് ആക്സസറീസിനകത്ത് ഒരു 162% ആണ് ഇൻക്രിമെൻറ്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ഡോഗ് ആൻഡ് പെറ്റ് ഫുഡ് ആൻഡ് ആക്സസറീസിനകത്ത് ഡോഗിൻ്റെ 159% ഇൻക്രിമെൻറ്റ് ഉണ്ടായത്. ബേർഡ്സിൻ്റെ ആണെങ്കിൽ 91%. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാർ മൊത്തം വീട്ടിലായതുകൊണ്ട് തന്നെ പെറ്റുകളുടെ അല്ലെങ്കിൽ പെറ്റുകളുടെ പരിപാലനം, അതിൻ്റെ ടേക്ക് കെയറിങ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ആക്സസറീസിനൊക്കെ ഫുഡ് ആക്സസറീസ് ഭയങ്കര ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല പ്രൈസും കാര്യങ്ങളാണ് ഈ സംഭവത്തിനൊക്കെ. ഇതാണ് നമ്മുടെ ബിസിനസ് ഐഡിയ ആയിട്ട് മാറുന്നത്, പെറ്റ് ഫുഡ് ആൻഡ് ഫുഡ് ആക്സസറീസ്. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ് ഈ ഒരു ആശയം. എന്താണ് കറക്റ്റായിട്ടുള്ള പെറ്റ് ആൻഡ് പെറ്റ് ആക്സസറീസ് നോക്കാം. ഡോഗ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോഗ് ഫുഡ് MRP റേറ്റിലാണ് കൊടുക്കുന്നത്. നിങ്ങളത് ഇന്ത്യ മാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹോൾസെയിൽ റേറ്റ് എത്രയെന്ന് മനസ്സിലാവും. നമ്മൾ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പെറ്റ് ആക്സസറീസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബെൽറ്റ്, ബക്കിൾസ് അല്ലെങ്കിൽ ലീഷ് അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ക്യാറ്റിനാണെങ്കിലും ഡോഗിനാണെങ്കിലും ഒക്കെ നമുക്ക് ലീഷ് ആവശ്യമാണ്. വീട്ടിനകത്ത് വളർത്തുന്ന ഡോഗ്സിനൊക്കെ ലീഷും ബെൽറ്റും ആവശ്യമാണ്. ഇതിൻ്റെ നിങ്ങളൊരു കടയിൽ പോയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബെൽറ്റിന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് റേറ്റ് ഒരു 150 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെതറാണെന്നുണ്ടെങ്കിൽ 400-350 രൂപ മുകളിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊന്ന് ഇന്ത്യ മാർട്ടിലൊന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് 30 രൂപയും 40 രൂപയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നോക്കാൻ പറ്റും. 30 രൂപ 40 രൂപയാണ്. അപ്പോൾ നമ്മളൊരു ഹോൾസെയിലായിട്ട് ഒരു 10 ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് 150 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ വളരെ നല്ല പ്രോഫിറ്റാണ് കിട്ടുന്നത്. ലീഷ് വളരെ ഇതിനകത്ത് ബോഡി പക്കിൾ ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയണ്ടേ ലീഷുകളുണ്ട്. ആ ഒരു ടൈപ്പിനും ഭയങ്കരധികം ഡിമാൻഡുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ടോയ്സ്, ഡോഗ്സിൻ്റെ ടോയ്സ് അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ ടോയ്സ്, അതൊക്കെ നമ്മൾ ഇന്ത്യ മാർട്ടിൽ തന്നെ ഓൺലൈനായിട്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് സപ്ലൈസ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സപ്ലൈസ്. ഈ സപ്ലൈസിനടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ തന്നെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വളരെ ഒരു 10-20ഒക്കെയാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത്. അത് നമുക്ക് നമ്മുടെ രീതിയിൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടതെന്നുള്ളൊരു മാർക്കറ്റിംഗ് മെത്തേഡും കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു കാരണം സാധനം വാങ്ങിച്ചാൽ പറയുക ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മനസ്സിലായി. പെറ്റ് ആക്സസറീസിന് ഭയങ്കരധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഇതിൻ്റെ സെയിൽസ് സർവീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് 3 തരത്തിൽ ഇതിനെ സെല്ല് ചെയ്യാം. നമ്പർ 1, നമുക്ക് ലോക്കലി സെല്ല് ചെയ്യാം. നമ്മളെ തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ലോക്കലി സെല്ല് ചെയ്യാം. അത് നമുക്ക് എങ്ങനെയായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വന്നോളും. ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡും അത് തന്നെയാണ്. ഒന്നുമല്ല, രണ്ടാമത്തെ വെച്ചാൽ ത്രൂ ഇൻസ്റ്റാഗ്രാം. നമ്മളെ പെറ്റിന് ഒരു സാധനം വാങ്ങുന്നു, ഒരു 4-5 പെറ്റിൻ്റെ ഐറ്റംസ് വാങ്ങിയതിന് ശേഷം ആ പെറ്റിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു ഐറ്റത്തിന് നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഫോളോവേഴ്സിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് അത് ത്രൂ നമുക്ക് നല്ല സെയിൽ ഉറപ്പാക്കാൻ പറ്റും. അതാണ് ഒരു നല്ല മെത്തേഡ്. ഇൻസ്റ്റാഗ്രാമിലുള്ള സെയിൽസിന് നമുക്ക് ഓൾ കേരള നമുക്ക് നല്ല ഡിമാൻഡ് കിട്ടും. നമ്മുടെ പ്രൊഡക്റ്റുകൾ ജെനുവിനാണ്. നമ്മുടെ ഡോഗ്സിന് എൻ്റെ ഡോഗിന് ഉള്ളൊരു പിക്ചർ ഞാൻ ഇട്ടു. അപ്പം അതിനുശേഷം ഇതേപോലുള്ള ലോക്കറ്റ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോക്കറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഒരു മെത്തേഡ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അതിനുശേഷം ഈ ഡോഗ്സിന് എന്ത് ചെയ്യുക, നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റുകളിട്ട് ഫോട്ടോ എടുക്കുക.
അതിനുശേഷം നമ്മൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇത് എൻ്റെ ഡോഗിനും വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് നല്ല നമുക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് മാറ്റാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഡക്സിന് ഞാനിവിടെ ഒരു ലോക്കറ്റ്, ഇതൊരു ലോക്കറ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു കുട്ടി ഇത് എന്താ പറയുക അക്രലിക്കിൽ ചെയ്തതാണ്. അപ്പം ഡെക്സ് എന്നൊക്കെ പേരൊക്കെ എഴുതിയിട്ടുള്ള അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡോഗിൻ്റെ പിക്ചർ വെച്ചിട്ടു. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങി. അപ്പം ഒരു 150 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോഗിൻ്റെ ലീഷുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. ഇനി നമ്പർ 2 അടുത്ത മെത്തേഡ് നമ്മൾ കൊളാബറേറ്റീവ് മെത്തേഡാണ്. കൊളാബറേറ്റീവ് മെത്തേഡ് വെച്ചാൽ നമ്മുടെ ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഈ ഡോഗ്സിൻ്റെ ബ്രീഡിങ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യുന്ന ഒരുപാട് ബ്രീഡേഴ്സ് ഉണ്ട്. നമുക്ക് ഓൾ കേരള ഡോഗ് ബ്രീഡേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്രീഡേഴ്സിനെ കോൺടാക്റ്റ് കിട്ടും. ഈ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരുമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. അതായത് അവർക്ക് ലിറ്റർ ഇറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ ആണെങ്കിൽ കൂടി നമുക്ക് അവരുടെ എന്താ പറയണ്ടേ ആളുകൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അവരൊരു പപ്പീനെ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു പാക്കേജ് പോലെ അവർക്കൊരു ചെറിയൊരു കമ്മീഷൻ കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു ഡോഗിൻ്റെ ഒരു 2 കളിപ്പാട്ടങ്ങൾ, പിന്നെ ഒരു ചെറിയ കോളർ, അതിനുശേഷം ഒരു ചെറിയൊരു ലീഷ്, പിന്നെ ഒരു ഷാമ്പു, അങ്ങനെയുള്ളൊരു കിറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ് ഈ ഒരു പെറ്റ് ആക്സസറീസ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥലത്തുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുക, നല്ല ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, അവരായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കുക, പിന്നെ ഒരു കിറ്റ് ഉണ്ടാക്കുക. ഈ കിറ്റിനകത്ത് പറഞ്ഞ് ചെറിയ ഒരു എമൗണ്ടുള്ള ഒരു 500-600 റുപ്പീസിൻ്റെ ഒരു കിറ്റ് ഉണ്ടാക്കുക. അവർ ഡോഗിന് ഒരു 30,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് ഒരു ഡോഗിന് നമ്മൾ പപ്പീസിനെ സെല്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ ഡോഗ് കിറ്റും കൂടെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു പല സ്ട്രീമിൽ പല ആൾക്കാരെടുത്ത് നമുക്ക് ഓർഡർ വരും, റിക്വയർമെൻറ്റ് വരും, നമുക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റും. അപ്പം ഈ ഒരു ബിസിനസ് ഐഡിയ വളരെ ഇന്നോവേറ്റീവാണ്, ക്രിയേറ്റീവാണ്, നമ്മുടെ നാട്ടിൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു ബിസിനസ്സാണ്. ആദ്യം ആര് തുടങ്ങുന്നു എന്നതിലാണ് ഇതിൽ കാര്യം. അപ്പം നമുക്ക് ഇന്ത്യ മാർട്ടിനകത്തും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഓൺലൈനായിട്ട് ആമസോണിലുള്ള പ്രൈസിൻ്റെ എന്താ പറയുക, ആമസോണിൽ 350 രൂപയാണ് ഒരു ലീഷിനെങ്കിൽ 30 രൂപയാണ് ഇന്ത്യ മാർട്ടിൽ അതിന് വില. അതുകൊണ്ട് തന്നെ അത്രയും ലാഭം, അത്രയും എന്താ പറയുക നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ബിസിനസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം ആര് തുടങ്ങുന്നു എന്നുള്ളതാണ് കാര്യം. സോ ഈ ഇന്നോവേറ്റീവായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും താഴെ എഴുതുക. അപ്പം ഇനിയും ഇതുപോലുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ബിസിനസ് ഐഡിയ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.